ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. നാടൻ ചിക്കൻ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. 1.5 കിലോ നാടൻ ചിക്കൻ വെച്ചാണ് ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വന്നാൽ ഞാനിതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളിയും അതിൻ്റെ കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-12 വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ കൂടെ ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി നമുക്കിവിടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളെല്ലാം ചൂടാവുന്നവരൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികളെല്ലാം നന്നായി ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഞാൻ ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുക്കിംഗ് ടൈം വേണ്ടി വരും. അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. ചിക്കൻ ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 10 മിനിറ്റ് നേരം കൂടി തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുക്കിംഗ് ടൈം ഏകദേശം 1 മണിക്കൂറോളം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നാടൻ ചിക്കൻ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു നാടൻ ചിക്കൻ കറി എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.